ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും. ഭഗവാനെ, ഈ കുടുംബത്തിലുള്ള ആർക്കും ഒരു ആപത്തും വരുത്തരുതേ. ഇത് മതിയോ? മതി. ഇവിടെ ചെറിയ വഞ്ചി കിട്ടും. അതില് കായലിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ പറിച്ചെടുക്കാം. ഒരു ദിവസം ഞാൻ തന്നെ കൊണ്ടുപോകും. ആഹാ, നിങ്ങളെല്ലാരും ഇങ്ങോട്ടേക്ക് വന്നോ? നവീൻ, നമുക്ക് നടക്കാം. വീട്ടുകാരെ നവീൻ ഒന്ന് മാനേജ് ചെയ്താൽ മതി. ഓക്കെ, വാ. എന്തിനാ മുത്തശ്ശി നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ? ഗാതമോള് വന്ന് കയറിയിട്ട് ശരിക്കൊന്ന് കണ്ടുപോലുമില്ല. എങ്കിൽ പിന്നെ സംസാരമൊക്കെ ഇവിടെ വെച്ചാകാമെന്ന് കരുതി. ഓക്കെ, പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. കഥ നമുക്ക് നടക്കാം. അതെന്ത് പരിപാടിയാ? ബന്ധുക്കൾ കൂടെ ഉണ്ടെങ്കിലേ പറ്റൂന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ? അല്ല, ഇതെന്താ ഇത്രയും പറഞ്ഞാ തീരത്ത കഥ രണ്ടുപേരും കൂടി പറഞ്ഞോണ്ടിരിക്കുന്നത്? അവരൊന്നിച്ച് ജീവിക്കാനുള്ളതല്ലേ നിർമ്മലേ? അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? ഓ, ആ, എന്തായാലും അവര് പോയിട്ട് വരട്ടെ. അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് ഗാഥാ മാഡത്തിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഗാഥാ മാഡം ബ്രാൻഡഡ് ആയ സാധനം മാത്രമേ ഉപയോഗിക്കൂ. അതിപ്പോ ഡ്രസ് ആയാലും ബ്രഷും പേസ്റ്റ് ആയാലും ബാക്കി നിത്യജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടഡ് ആയ സാധനങ്ങൾ മാത്രം ഗാഥാ മാഡത്തിന് വേണ്ടത്. എല്ലാം കൂടി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതിനെ എങ്ങോട്ടെങ്കിലും എക്സ്പോർട്ട് ചെയ്താൽ പോരെ. ആ ചിന്ത കൊള്ളാം. പിന്നെ വേറൊരു കാര്യം, ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ല കൺമുന്നിൽ ഇരിക്കുന്നെങ്കിൽ ഗാഥാ മാഡത്തിന് ദേഷ്യം വരും. ദേഷ്യം വന്നാ പിന്നെ ഗാഥാ മാഡത്തെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. കണ്ണി കാണുന്നതൊക്കെ തല്ലി തകർക്കും. ഓ, എന്തോ വലിയ മികച്ച കാര്യം പറയുന്ന പോലേക്കാണല്ലോ ഇതൊക്കെ പറയുന്നേ. തറവാടിനകത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലേ ചെയ്യുന്ന ആളുടെ തല തല്ലി പൊളിക്കുക ഞങ്ങളുടെ ശീലം. നിർമ്മലേ, അയ്യോ, എന്തോ പറഞ്ഞാലും നിർമ്മലയെ നിർമ്മലയെന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അമ്മ എന്തിനാ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്? ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ എല്ലാത്തിനോടും അവള് പൊരുത്തപ്പെടണം. അല്ലാതെ അവൾക്ക് വേണ്ടി നമ്മളുടെ എല്ലാവരുടെ ശീലങ്ങൾ നമ്മൾ മാറ്റണം. ആ കുട്ടിയുടെ ശീലങ്ങൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നമ്മൾ മാറണോന്ന് ആരെങ്കിലും പറഞ്ഞോ? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നാളെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയാ. ഗാഥ, ഗാഥ, പേടിക്കല്ലേ? ഗാഥ, please stay there. ഗാഥ, പേടിക്കല്ലേ? ഗാഥ, അനങ്ങല്ലേ? നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും. ഗാഥ, don't move. ഭഗവാനെ, ഈ കുടുംബത്തിലുള്ള ആർക്കും ഒരു ആപത്തും വരുത്തരുതേ.
രാധ, are you okay? മോള് കൂടെ ഉണ്ടായതുകൊണ്ട് ജോലിയൊക്കെ എത്ര പെട്ടെന്നാ തീർന്നേ. പക്ഷേ ഞാൻ കൂടെ ഇല്ലാത്തോണ്ട് ഒരാളവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും. ദുബായ് മാമൻ. ഇന്ന് ലോട്ടറി ഒരുപാട് എടുത്തിട്ടുണ്ട്. ചിലപ്പോ ഒന്നും ചെലവായിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നോട് ഇനിയിപ്പോ എപ്പോഴാ പൊയ്ക്കോളാൻ പറയാന്നറിയില്ല. പറയട്ടെ, അല്ലാതെ അങ്ങോട്ട് ചെന്ന് ചോദിക്കാൻ ഞാനില്ല. ആ ആവശ്യമില്ലാതെ മുന്നിൽ ചെന്ന് പെടണ്ട. അതാ നല്ലത്. ആ ഒരു കാര്യം ചെയ്യാം. ലോട്ടറി വിറ്റ് തിരിച്ചു വരുമ്പോ ഞാൻ വണ്ടിയായിട്ട് വരാം. നമുക്ക് ഒന്നിച്ചങ്ങ് പോവാന്നേ. ആണോ? എന്നാ സമാധാനായി. എത്ര നേരം വേണേലും ഞാനിവിടെ നിന്നോളാം. ശരി, എന്നാ ഞാൻ പോട്ടെ. ആ പിന്നെ പുലി പിടിക്കാതെ നോക്കണം. അപ്പൊ ഓക്കെ. പാവം വല്ലാണ്ട് പേടിച്ചു. സാധാരണ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സ്ഥലങ്ങളിലും ഗാഥാ മാഡത്തെ സിത്താര മാം വിടാറില്ല. കായല് മുഴുവൻ സെക്യൂരിറ്റി നിർത്താൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? ആ പറ്റുമായിരിക്കും. വലിയ വലിയ ആളുകൾ ചിലപ്പോ കായലൊക്കെ പൊതിഞ്ഞു കെട്ടി സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. എന്താ ഇത് നിർമ്മലേ? ഇത്ര വലിയൊരു കാര്യം കൺമുന്നിൽ സംഭവിച്ചിട്ട് ഇത്ര നിസ്സാരമായിട്ടാണോ നിങ്ങൾ അതിനെ കാണുന്നത്? മോളെ, മുത്തശ്ശി പൂജാമുറിയിൽ പൂജിച്ചെടുത്തതാ. ഈ ഭസ്മം നെറ്റിയിൽ തൊട്ടോ പേടി മാറും. തൊട്ടു കൊടുക്ക്, അപ്പൊ കാണാം മാഡത്തിന്റെ റിയാക്ഷൻ. വല്ലാണ്ട് പേടിച്ചു. ശരിക്കും പേടിച്ചു മുത്തശ്ശി. ആക്ച്വലി ഞാൻ പാമ്പിനെ ഇത്ര അടുത്തൊന്നും കണ്ടിട്ടില്ല. എനിക്ക് വലിയ പേടിയാ. പേടിക്കണ്ട, കുറച്ചു കഴിഞ്ഞിട്ടേ മുത്തശ്ശിയുടെ കൂടെ പൂജാമുറിയിൽ വന്നിരുന്നോളൂ. വരൂ. വരാം. ഈ മാഡം എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ ഉള്ളവരുടെ ശീലങ്ങൾക്കൊക്കെ അടിമയായിട്ട് നിന്നു കൊടുക്കുവാണോ? സിത്താര മാമിനോട് ഞാനിനി എന്തു പറയും?